കഴിഞ്ഞ വർഷം പയ്യന്നൂർ കല്ലറക്കൽസ് ഗോൾഡ് പാർക്കിൻ്റെ ഒരു സ്കീമിൽ അവർ പറഞ്ഞിട്ട് ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം സ്വർണ്ണത്തിന് ഇങ്ങനെ റേറ്റ് കൂടുന്നതുകൊണ്ടും ഞാൻ കൊടുത്ത പൈസേൻ്റെ കാലാവധി അത് ഞാൻ പിന്നെ 55,000 രൂപ ഒരുമിച്ചാണ് അടച്ചിട്ടുണ്ടായിരുന്നത്, ഗഡുക്കളായിട്ടല്ല. അപ്പം ഗോൾഡിന് റേറ്റ് കൂടുന്നതുകൊണ്ട് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ പയ്യന്നൂരെത്തി. പിന്നെ പാർക്ക് ചെയ്തു. അവരെ പാർക്കിംഗ് ഏരിയ ഉണ്ട്, അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ കല്ലറക്കൽസിലേക്ക് പോയി. കുറേ കാലത്തെ പരിചയമുള്ളതുകൊണ്ട് അവരോട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. 55,000 രൂപയ്ക്ക് നമുക്ക് ഒരു പവൻ എന്തായാലും എടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം എനിക്ക് ഓർണമെൻറ്റ്സ് ഉള്ളതുകൊണ്ട് വല്ലാത്ത കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഇവർ ക്യാഷ് നമുക്ക് തരില്ല, തിരിച്ച് തരില്ല. പണിക്കൂലി ഇല്ലാണ്ടാണ് ഈ ഗോൾഡ് നമുക്ക് കിട്ടുന്നത്, അതിൻ്റെ ടാക്സ് നമ്മൾ കൊടുക്കണം. അങ്ങനെ ഞാൻ ആദ്യം വെച്ചിരുന്ന ഒരു ബ്രേസ്ലെറ്റ്, എനിക്കൊരു ബ്രേസ്ലെറ്റ് ഉണ്ട്, എന്നാൽ മറ്റേ കേക്കും കൂടി ഒരു ബ്രേസ്ലെറ്റും കൂടി ഇടാമെന്ന് വെച്ചിട്ട് ബ്രേസ്ലെറ്റ് നോക്കി. അപ്പം പിന്നീട് എനിക്കത്ര താല്പര്യം തോന്നിയില്ല. പിന്നെ വിചാരിച്ചു ഒരു ചെറിയ വള മേടിക്കാമെന്ന്. കുറേ ബ്രേസ്ലെറ്റ്സ് അവരെന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ വള തന്നെ വാങ്ങാം എന്നുണ്ടായിനി. ഞാൻ അവരോടൊരു ബ്രേസ്ലെറ്റ് മാറ്റി വെക്കാൻ പറഞ്ഞു. വളയും കൂടെ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോഴത്തേക്ക് അവർ ചായ വന്നു. ചായക്ക് നല്ല രുചിയാണ്. ചായയൊക്കെ കുടിച്ച് വള നോക്കിയപ്പം നമുക്ക് ആ ഒരു പൈസക്ക് ഒതുങ്ങുന്ന വള ഉണ്ടായിരുന്നു. എനിക്കങ്ങനെ ഹെവി വർക്കുള്ളതൊന്നും വേണ്ട, എനിക്ക് സിമ്പിളായിട്ടുള്ളതേ താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു വള നോക്കി. ആ വള നമുക്ക് കുറച്ച് ക്യാഷ് ഇങ്ങോട്ടേക്ക് ഉണ്ടാവുന്നതും കൂടെ കണ്ടു. പക്ഷേ അങ്ങോട്ട് പൈസ കൂട്ടിയിട്ട് മേടിക്കാൻ ഞാൻ നിന്നില്ല, കാരണം അന്നേരം നമുക്ക് അധികം ചിലവ് വരും. അങ്ങനെ ഞാൻ അധികം ഒന്നും നോക്കിയില്ല. എനിക്ക് ഏകദേശം ഇഷ്ടപ്പെട്ട ഒരു സിമ്പിളായിട്ടുള്ളൊരു വള, അങ്ങനെ ഞാൻ വള സെലക്ട് ചെയ്തു. പിന്നെ ബാക്കിയുള്ള ക്യാഷ് നമ്മൾ ക്യാഷായിട്ട് വാങ്ങിയില്ല. അതിനൊരു എനിക്ക് കമ്മലുണ്ട്, പക്ഷേ എന്നിരുന്നാലും ക്യാഷ് മേടിച്ചിട്ട് അത് ചുമ്മാ കളയണ്ടെന്ന് വെച്ചിട്ട് ഒരു ചെറിയൊരു കമ്മൽ വാങ്ങി. കമ്മൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഹെവി വർക്കുകളൊന്നും എടുത്തിട്ടില്ല. ഷൂട്ട് ചെയ്തോട്ടാ. പിന്നെ കമ്മലിൻ്റെ റിങ് എന്ന് മോഡൽ വരുന്ന ചെറുപ്പത്തിലൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കിയിനി, പക്ഷെ അത് ഞാൻ വാങ്ങിയിട്ടില്ല, കാരണം ഞാൻ ഇട്ടിട്ട് അത് കാണാൻ രസമില്ല. അങ്ങനെ നമ്മളൊരു വളയും ഒരു കമ്മലും സ്റ്റഡും എടുത്തു. അങ്ങനെ ഭയങ്കര ഹാപ്പിയായി. നമുക്ക് അങ്ങോട്ട് ഒരുപാട് പൈസ കൊടുക്കേണ്ടിയും വന്നില്ല, എന്നാൽ നമ്മൾ കൊടുത്ത പൈസക്ക് ഇങ്ങോട്ട് കിട്ടുകയും ചെയ്തു. പിന്നെ അതിലൊരു ചെറിയൊരു എമൗണ്ട് ബാലൻസ് ഉണ്ടായിരുന്നു, 1000 സംതിങ്. അത് ഞാൻ ക്യാഷായിട്ട് തന്നെ മേടിച്ചു. പിന്നെ അതിന് നമുക്കൊരു ഗോൾഡ് മേടിക്കുമ്പോൾ നമ്മൾ പൈസ വീണ്ടും കൂട്ടണം. ഇത്രയും ഗോൾഡ് വാങ്ങി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം കല്യാണത്തിന് ഉള്ളത് അത്യാവശ്യമുണ്ട്. അങ്ങനെ ഭയങ്കര ഹാപ്പിയായി. ഇനി എന്തായാലും ഈ അടുത്തൊന്നും ഒരു ഗോൾഡ് വാങ്ങാനോ ഒന്നും ഉദ്ദേശിക്കുന്നുമില്ല. ഇത് ഇപ്പം നമുക്ക് എന്തായാലും ഇത് ഭാവിയിലേക്ക് ഉപകരിക്കപ്പെടും. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല. അത് വളരെ ഹാപ്പിയായി. അങ്ങനെ എൻ്റെ ഈ വർഷം ന്യൂ ഇയറിന് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗിഫ്റ്റൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല, എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുമില്ല. അപ്പം ഇതെൻ്റെ ന്യൂ ഇയർ ഗിഫ്റ്റായിട്ട് തന്നെ ഞാൻ കാണുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഞാനിപ്പോഴും ഹാപ്പിയാണ്. പിന്നെ നമ്മൾ അധിക സമയമൊന്നും ടൗണിൽ നിന്നില്ല. ഗിഫ്റ്റ് വാങ്ങി പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി.